നമസ്കാരം. നമുക്കിന്ന് ടച്ചിങ്സിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ബീഫ് ഡ്രൈ ഫ്രൈ ചെയ്താലോ. അതിനുവേണ്ടി അണ്ടർകട്ട് ബീഫാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ മഞ്ഞപ്പൊടി, ഉപ്പിട്ട്, മുളക് പൊടി ഇട്ട് ബോയിൽ ചെയ്ത് വെച്ചാണ് ഒരു 80% കുക്കാക്കിയിട്ടുണ്ട്. അതിന് ഇതുപോലെ കട്ട് ചെയ്ത ശേഷം ഇതിലേക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കുരുമുളക് പൊടിയും ചില്ലി ഫ്ലെക്സും ഗരം മസാലയും അല്പം മീറ്റ് മസാലയും കോൺഫ്ലവറും അല്പം അരിപ്പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരല്പം കോക്കനട്ട് ഓയിൽ ഒഴിച്ച് നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്ത് ഇതുപോലെ കോക്കനട്ട് ഓയിൽ ഹീറ്റായ ശേഷം ബീഫ് ഇതുപോലെ ഓരോന്നോരോന്നായി ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ബീഫിന് ക്രിസ്പി വരുന്ന ഇതിലേക്ക് ക്രഷ്ഡ് ഗാർലിക്കും അതുപോലെ തന്നെ ഗ്രീൻ ചില്ലിയും റെഡ് ചില്ലിയും കറിവേപ്പിലയും കൂടി ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല ക്രിസ്പി എടുത്ത് കോരി എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് ഡ്രൈ ഫ്രൈ റെഡിയാണ്. നല്ല ടച്ചിങ്സിനൊക്കെ പറ്റിയൊരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് ഇവിടുത്തെ റെസിപ്പികൾക്ക് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. നമസ്കാരം. ഇന്ന് ബീഫും കായായിട്ട് വരട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. പാനിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കടുകും പെരിഞ്ചീരകവും പൊട്ടിച്ച ശേഷം ചോപ്പ് ചെയ്ത ഇഞ്ചിയും ഗാർലിക്കും കൂടെ ഇട്ട് സോട്ട് ചെയ്യുക. അതിലേക്ക് ഹോളായിട്ടുള്ള ചെറുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് റെഡ് ചില്ലിയും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റുക. ഇതിലേക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ബോയിൽ വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് വെച്ചിരിക്കുന്ന റോ ബനാനയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ഒനിയൻ സ്ലൈസും നടുവേ കയറി 2 പച്ചമുളകും ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ ഫെനൽ പൗഡറും കൂടി ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്യുക. ഒരു അരമണിക്കൂർ സ്ലോ ഫ്ലെയിമിൽ നല്ല രീതിയിൽ ഇളക്കി വരട്ടിയെടുത്ത അടിപൊളിയായിട്ടുള്ള ബീഫ് കായ വരട്ടിയത് റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ഐറ്റമാണ്. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പികൾക്കായി നമ്മുടെ പേജ് ഫോളോ ചെയ്ത് വെച്ചേക്കുക.